പുരാണ കഥകളെയും കഥാപാത്രങ്ങളെയും അനുരൂപമായ ആംഗികങ്ങളിലൂടെ അഭിനയിച്ചവതരിപ്പിക്കുന്ന ഏകാംഗ അഭിനയമാണ് കൂത്ത്. സരസവും ലളിതവുമായ കേരളീയ കഥാകഥന സമ്പ്രദായം. കഥ പറച്ചിലിലൂടെ സദസ്യരുടെ മനസ്സിൽ ദൃശ്യരൂപങ്ങൾ സൃഷ്ടിക്കാനും ഭാവാഭിനയത്തിനും ശബ്ദവ്യതിയാനം വരുത്താനും വിദഗ്ധനാണ് ചാക്യാർ. കൂത്ത് എന്നാൽ കളി അല്ലെങ്കിൽ നൃത്തം എന്നൊക്കെയാണ് അർത്ഥം. നാടകാഭിനയത്തിനും കൂത്ത് എന്ന് പണ്ടുകാലത്ത് പറഞ്ഞിരുന്നു. ഒറ്റയ്ക്ക് നടത്തുന്നത് കൂത്ത്, കൂട്ടായി നടത്തുന്നത് കൂടിയാട്ടം. കേരളത്തിലെ ഒരു പ്രാചീന ക്ഷേത്രകലയായ കൂത്ത് പരമ്പരാഗതമായി ചാക്യാർ സമുദായത്തിലെ അംഗങ്ങളാണ് അവതരിപ്പിക്കുക. ചാക്യാന്മാരുടെ കൂത്ത് എന്ന അർത്ഥത്തിലാണ് ചാക്യാർ കൂത്ത് എന്ന പേര് നിലവിൽ വന്നത്. ആദ്യാവസാനം ഹാസ്യനിർഭരമായിരിക്കും ഈ കലാപ്രകടനം. ഹാസ്യം മുഖത്ത് നിറഞ്ഞ വിദൂഷകനായി ചാക്യാർ രംഗത്തെത്തുന്നു. ക്ഷേത്രവളപ്പിനുള്ളിൽ നിർമ്മിച്ചിട്ടുള്ള കൂത്തമ്പലങ്ങളിലാണ് കൂത്ത് അവതരിപ്പിക്കുക. കേരളീയ ക്ഷേത്രങ്ങളിലെ നാട്യഗൃഹമാണ് കൂത്തമ്പലം. കലാകാരൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയോട് ഒരു പ്രാർത്ഥന ചൊല്ലി കൂത്തു തുടങ്ങുന്നു. ഇതിനുശേഷം സംസ്കൃതത്തിൽ ഒരു ശ്ലോകം ചൊല്ലി അതിനെ മലയാളത്തിൽ നീട്ടി വിശദീകരിക്കുന്നു. തുടർന്നുള്ള അവതരണത്തിൽ പല സമീപകാല സംഭവങ്ങളെയും സാമൂഹിക ചുറ്റുപാടുകളെയും ഒക്കെ ഹാസ്യം കലർന്ന രൂപത്തിൽ പ്രതിപാദിക്കുന്നു. അവതരണം തുടങ്ങുന്നതിൻ്റെ മുന്നോടിയായി മിഴാവ് മെച്ചപ്പെടുത്തുന്നു. പിന്നീട് കലാകാരൻ വിളക്കിന് നേരെ നിന്ന് ചാരി എന്ന നൃത്തം ചെയ്യുന്നു. അതിനുശേഷം വിദൂഷക സ്തോഭം നടിക്കലാണ്. തുടർന്ന് ഇഷ്ടദേവ പ്രാർത്ഥനയും പീഠികയുമാണ്. പീഠിക പറഞ്ഞു കഴിഞ്ഞാൽ സദസ്യർക്ക് ആശിസ് പ്രാർത്ഥിക്കും. പറയുന്ന കഥകളെ ആശ്രയിച്ചാണ് ആശീർവാദത്തിൽ രക്ഷാപുരുഷനെ നിശ്ചയിക്കുന്നത്. ഉപക്രമം കഴിഞ്ഞാൽ സംക്ഷേപത്തിൽ കഥാസന്ദർഭം വ്യക്തമാക്കും. സംക്ഷേപം പറഞ്ഞ് ശ്ലോകത്തോട് ബന്ധം വരുത്തി ശ്ലോകം ചൊല്ലി ആകാംക്ഷാക്രമത്തിൽ പദങ്ങൾ അവതരിപ്പിച്ച് സവിസ്തരം വ്യാഖ്യാനിക്കുന്നു. സർവകാലവും തിരുവന്നാമങ്ങളെ ഉച്ചരിപ്പുതം ചെയ്താൽ തന്നെ ജന്മജന്മാന്തരാർജിതങ്ങളായിരിക്കുന്ന ഓരോരോ ദുരിതരാശികൾ യഥാവലെ സംഭൃതങ്ങളായി ചമയുമെന്ന് നിശ്ചയമത്രയല്ലോ ആകുന്നത്. ആയതുകൂടാതെ കണ്ട് അസാരങ്ങളായി അനിത്യങ്ങളായി അല്പരസപ്രധാനങ്ങളായിരിക്കുന്ന ഓരോരോ അർത്ഥപുത്രമിത്രകളത്രാദികളിൽ പരിഭ്രമിച്ച് കാലക്ഷേപം ചെയ്ത് ദുരിതമാർജിച്ചു പോകുകയല്ലോ ചെയ്യുന്നത്. മനുഷ്യർക്കത്ര കഷ്ടം എന്ന മനുഷ്യജന്മത്തിങ്കൽ ആര് രക്ഷകർത്താവ് എന്നല്ലേ വാസുദേവ വപ്പായാൽ ഔവണ്ണമെല്ലാം ഇരിക്കുന്ന വാസുദേവൻ നിങ്ങളെ രക്ഷിക്കട്ടെ. പാഞ്ചാല മഹാരാജാവ് പുത്രിയുടെ സ്വയംവരം വീരപരീക്ഷയായി നിശ്ചയിച്ച് അഖില ഭൂമണ്ഡലവർത്തികളായ സകല രാജാക്കന്മാരെയും ക്ഷണിച്ചു വരുത്തി യഥോചിതം സൽക്കരിച്ചിരുത്തിയ ശേഷം ദൃഷ്ടദ്യുമ്നൻ സഭാമണ്ഡപത്തെ പ്രാപിച്ച് രാജാക്കന്മാരോട് ഇപ്രകാരം പറഞ്ഞുവായത് എപ്രകാരമെന്നാൽ വിഖ്യാത വീര്യ ശ്രുതനൃപദയോ വാക്യമേതൽ മദീയം യോ യുഷ്മാസു സ്വശക്തിയാ ധനുരിതമധുനൈ ആദഗദ്യം വിധായ ശൽക്കൈ ഗഗനജലമലം സേത്വമേതശരവ്യം തസ്മൈ വീരായ ദത്ത അഖില ഗുണഗണസ്യകര
വിഖ്യാത വീര്യ ശൃണുത. അല്ലെ, യോഗ്യന്മാര്, വിഖ്യാതമായിരിക്കുന്ന വീര്യത്തോടു കൂടിയവര്, നിങ്ങൾ ഞാൻ പറഞ്ഞ ഒന്ന് കേൾക്കാമോ? അതെന്താ അങ്ങനെ പറയാൻ? പറഞ്ഞാൽ കേൾക്കാത്തവരാന്ന് എനിക്ക് വന്നപ്പോ തന്നെ മനസ്സിലാക്കി. അതുകൊണ്ട് ഒന്ന് കേൾക്കാമോ? അതെന്താ അങ്ങനെ? ഇവിടെ ഉള്ളവരൊക്കെ പൊട്ടന്മാരാണോ? അങ്ങനെയല്ല, അത്യാവശ്യം പൊട്ടന്മാരുണ്ട് ഇവിടെ എന്ന് മനസ്സിലായി. അതല്ല, പിന്നെയോ ഞാൻ പറയണത് ശ്രദ്ധിച്ച് കേൾക്കാനുള്ള അന്തരീക്ഷമല്ല ഇവിടെ ഉള്ളത്. എന്താ അത്? ഇവിടെ വളരെ വിശേഷമായിട്ട് കാര്യം നടക്കും. എന്താ അത്? പാഞ്ചാലിയുടെ സ്വയംവരം. അത്ര പറയാനുണ്ടോ? സാധാരണ ഒരു പുത്രി ഉണ്ടായാൽ, അല്ലേ, അത് വേലി കഴിച്ചു കൊടുക്കേണ്ട കാലമായാൽ തിരക്കണമെന്നില്ല. എന്റെ മുഖത്തേക്കല്ല അങ്ങോട്ട് നോക്കുക. അവസരമാണ് വേണമെങ്കിൽ നോക്കിക്കോ. അല്ലെ, ഒരു പുത്രി ഉണ്ടായാൽ ആ പുത്രിയെ വേലി കഴിച്ചു കൊടുക്കേണ്ട കാലമായാൽ യോഗ്യന്മാരായ ആളുകളെ കണ്ടെത്തി വേലി കഴിച്ചു കൊടുക്കൽ പതിവുണ്ട്. ഈ പാഞ്ചാലി എങ്ങനെയുണ്ടായത് ചെയ്യണം കേൾക്കണ്ടോ? പാഞ്ചാല മഹാരാജാവ് തപസ് ചെയ്ത് 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 കുറേ കാലം തപസ് ചെയ്തു. അതാ പറയുന്നത്. തപസ് ചെയ്ത് അഗ്നികുണ്ഡത്തിൽ നിന്ന്, കേട്ടോ, അഗ്നികുണ്ഡത്തിൽ നിന്ന് ഉണ്ടായെന്ന് പറയുമ്പോൾ മൂന്നാല് ജന. അങ്ങനെ പാഞ്ചാലി അഗ്നികുണ്ഡത്തിൽ നിന്ന് ഇങ്ങോട്ട് നോക്കി നോക്കി ഇവിടെ. അങ്ങനെ പാഞ്ചാലി അഗ്നികുണ്ഡത്തിൽ നിന്ന് ഉണ്ടായതോടുകൂടി എന്താണ് പാഞ്ചാലി അഗ്നികുണ്ഡത്തിൽ നിന്നല്ലേ? അതെ, അഗ്നികുണ്ഡത്തിൽ നിന്ന് ഉണ്ടായതോടുകൂടി എന്താണ്? ഇനി ചിരിച്ച ചികടഞ്ഞ അടിച്ചു പോയി തെളിച്ചു പറയണോ? പാഞ്ചാലി അഗ്നികുണ്ഡത്തിൽ നിന്നല്ലേ ഉണ്ടായേ? അതെ, ഉണ്ടായതോടുകൂടി തീയുടെ ആളി പടർന്നു പാഞ്ചാലിയുടെ തലമുടി മുഴുവൻ എത്തിപ്പോയി. ഇപ്പൊ ഒറ്റ മുടിയിലെ കഷണ്ടി. അതങ്ങനെ മൂടി പപ്പിച്ച് തേക്കണേ. ചിലരിങ്ങനെ പറഞ്ഞാൽ ഞാൻ അങ്ങനെയല്ല കേട്ടെ. പാഞ്ചാലി തീയുന്നുണ്ടായപ്പോ കാല് പൊള്ളി. അയ്യോ മെട്ട ചാട്ട ചാടിയപ്പോ ഒരു കാല് മുട്ടിന് കീപ്പുറം കത്തിപ്പോയി. ഈ വേലി കഴിഞ്ഞാൽ ചടങ്ങുണ്ടല്ലേ? വേലി കഴിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ചടങ്ങാ. ഒരു സംശയമുണ്ട്, ജ്യോത്സ്യന്മാരെ കണ്ട് ചോദിച്ചാൽ മതി. എന്താ വന്നേവോ? വിവാഹം നടക്കണില്ല, പല സ്ഥലത്തായി നോക്കണം. ജാതകം ഉണ്ടോ കയ്യില്? ജാതകമുണ്ട്, നോക്കട്ടെ. ഇപ്പൊ വിവാഹം നടക്കണല്ലോ. അതെന്താ? കണ്ടകശനിയുടെ ആരംഭമാണ്. പല അപകടവും പറ്റേണ്ട സമയമാണ്. പിന്നെ മംഗല്യസൂത്രം ബന്ധിക്കുമ്പോഴുള്ള ചടങ്ങ് നോക്കിയിട്ടുണ്ടോ? അത് കഴിഞ്ഞാൽ ചടങ്ങ് എന്താ? ആ കുട്ടിയുടെ കൈ പിടിച്ച് അച്ഛൻ വരൻ്റെ കൈ കൊടുക്കും, അല്ലേ? ആ സമയത്ത് അങ്ങോട്ട് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? നമ്മൾ ഒന്നുകിൽ അപ്പോൾ വധുവിൻ്റെ മുഖത്തേക്ക് നോക്കും, അല്ലെങ്കിൽ വരൻ്റെ മുഖത്തേക്ക് നോക്കും. അന്ന് അടുക്കൊക്കെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടോ? ഇനി നീ ചുമന്നോ? കൈ പിടിച്ചാൽ പിന്നത്തെ ചടങ്ങ് വിളക്കിന് ചുറ്റും പ്രദക്ഷിണം വെക്കലാണ്. ശരിക്കുള്ള മലയാള പദം കറക്കം. കൈ പിടിച്ചാൽ അവിടെ തുടങ്ങും ആദ്യത്തെ കറക്കം, പിന്നെ അവസാനം വരെ കറക്കം. ഒരു മകളുണ്ടാവണേന്ന് പ്രാർത്ഥിച്ചു പാഞ്ചാലൻ. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു പുത്രിയൊക്കെ ഉണ്ടായി. വേലി കഴിച്ചു കൊടുക്കേണ്ട കാലമായപ്പോൾ കേൾക്കണു, പാണ്ഡവന്മാർ മുഴുവൻ അരക്കില്ലത്തിൽ തീയിൽ പെട്ട് മരിച്ചു. ചിരിച്ചാൽ ചവിട്ടി കൊല്ലും ഞാൻ പറഞ്ഞു. നല്ല നാട്ടുകാരെ അവിടെ ഉള്ളതൊക്കെ. പാണ്ഡവരൊക്കെ മരിച്ചു. എപ്പോഴാ മരിച്ചത്? ഏതായാലും മരിക്കേണ്ടവർ മരിച്ചു, അല്ലേ? ഇനി എന്താ ചെയ്യാ? അർജുനനോളം ശക്തി ഉണ്ടായിട്ട് തന്റെ മകളെ കൊടുക്കുക, അല്ലേ? ദ്രൗപദി നീ ഭക്ഷണം പറ്റുമൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾ നോക്കാം, നിങ്ങൾ സങ്കടം വിചാരിക്കുന്നത്. യോഗ്യനായിട്ടുള്ള ആളെ നമ്മൾ കണ്ടെത്തിക്കോളാം. തീരുമാനിച്ചാൽ പാഞ്ചാലൻ എന്ത് ചെയ്തു? മന്ത്രിസഭ വിളിച്ച് സർവ്വ ആളുകളെ വിളിച്ചിരുത്തി. നിങ്ങളെ ഇവിടെ വിളിച്ചിരുത്തിയേക്കണത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാനാണ്. കേൾക്കണ്ടോ? കൂടെ ശ്രദ്ധിക്കൂ. എൻ്റെ പുത്രനാണ് ഈ വരണത്. സ്വയംവരം വേണം. ഇല്ലാതല്ല, അത് വേണ്ട വേദിയാവുമെന്ന് ശരി. എല്ലാവരും കൂടെ സഹകരിച്ചാലേ ഇങ്ങോട്ട് നോക്കാം. ഇവിടെ ഇവിടെ ഇരിക്കോ? സ്വയംവരം വേഗമാവണം. അതിന് എന്തൊക്കെയാ വേണ്ടേ? വരണം വഴിയൊക്കെ അലങ്കരിക്കണം, അല്ലേ?
കൊലവാഴയും കൊലത്തേങ്ങയും നിന്റെ ചുമതല. വാഴക്കൊല ഇവിടെ നിന്ന് വെട്ടിയാൽ മതി, പുറത്തുനിന്ന് കൊണ്ടിരുന്ന. ഇവിടെ കൊണ്ടു വെച്ചിട്ട് കഴിഞ്ഞാൽ സംശയവും എവിടെന്നെങ്കിലും കൊണ്ടുവന്ന ഈ വാഴക്കൊല ആരുടെയാ ഇങ്ങനെ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നില്ല. വാഴക്കൊല ആരുടെയാണ് ഇതൊന്നും അറിയാൻ വയ്യാത്തവരിത് പുറപ്പെടുന്നത് അല്ലേ? അത് ശരിക്കും ചിന്തയുടെ പ്രശ്നമാണ്, വാഴക്കൊലയുടെ പ്രശ്നമല്ല അല്ലേ? അപ്പൊ അത് ആലോചിക്കണം. അപ്പൊ പിന്നെ കൊലവാഴ ഇല കൊല തല, നിങ്ങൾ മൂന്നുപേര് ഇല കൊല തല. സുന്ദരിമാരായിട്ടുള്ള കുട്ടികൾക്ക് ആരും കൊടുക്കുക, ഇവരൊക്കെ മതി. നിങ്ങൾ നോക്കിയ താടകയും പൂതനയും അപ്പൊ ഞങ്ങളോ ഈ താടകയും പൂതനയൊക്കെ കണ്ട് സുന്ദരി എന്ന് വിളിക്കാൻ പറ്റുമോ? ചിലര് ഉരുട്ടി വിളിക്കാൻ നമ്മളെ കാണിച്ചു തരാൻ അല്ലേ? ഞാൻ വെറുതെ പറഞ്ഞാട്ടോ, ഒന്നും വേണ്ട അല്ലേ? ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ചേക്കണ ആളാ, ഞാൻ പോവാത്ത സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ ധാരാളം സുന്ദരിമാരെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്രയും സുന്ദരിമാര് ഒരുമിച്ച് സുന്ദരിയുടെ കാര്യം പറഞ്ഞ് നോക്കാൻ പോകാന്നുള്ളത്, അതേ സുന്ദരിമാരെ ഒരുമിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ്. സന്തോഷമായില്ലേ? ഇപ്പം നിങ്ങൾക്ക് സന്തോഷമാവാൻ എന്ത് നുണ പറയാനും ഞാൻ തയ്യാറാണ്. കണ്ടതൊക്കെ കണ്ടാ സുന്ദരി എന്ന് പറയാൻ പറ്റും. നേരത്തെ വരണം ഈ സ്ത്രീകളെ പുറപ്പിടിച്ചൊരു സ്ഥലത്ത് കൊണ്ടുപോകണമെങ്കിൽ അല്ലേ? ഇതൊക്കെ ഇന്നലെ പുറപ്പെട്ടതാണ്. വേഷം മാറാൻ അകത്ത് കയറി വാതിലടച്ചാൽ അത്താഴപൂജയ്ക്ക് നടയെടുക്കാൻ പറ്റും, പിന്നെ തുറക്കില്ല. അത്താഴപൂജയ്ക്ക് എങ്ങനെയാ സാധാരണ ഇല്ലേ? അത്താഴപൂജയ്ക്ക് നടയടച്ചാൽ തുറക്കാൻ വലിയ താമസാ. സാധാരണ ദിവസം ദീപാരാധനയും അത്താഴപൂജയും പിറ്റേ ദിവസം കാലത്തെ പൂജയോട് കഴിച്ചു വെച്ചിട്ട് സന്ധിക്കാരം പോകും. ഉത്സവകാലമായാൽ നടയടച്ചാൽ തുറക്കില്ല. അതുപോലെ സ്ത്രീകളെ പുറപ്പിടിച്ച് സ്ഥലത്ത് കൊണ്ടുപോകാൻ വലിയ വിഷമമാണ്. വലിയ പാവം പുരുഷന്മാർ എത്ര കഷ്ടപ്പെടുന്നറിയോ? ഞാൻ നോക്കൂ, ഇതിന് മുതലൊക്കെ സങ്കടം വരും. അയ്യോ വരില്ല, ഒന്ന് വരുമോ? നീ നേരെ ഭാഗത്തേക്ക് പോയിട്ട് ഒന്നിങ്ങോട്ട് വരിക. ഭാര്യയുടെ കാര്യം പിടിക്കാണ്ട് പുറത്തു അതുകൊണ്ട് ഒരു വിധം പുരുഷന്മാരാരും പുറത്തു പോകുമ്പോൾ കൊണ്ടുപോകില്ല. ഞാൻ എത്ര സന്തോഷമായിട്ട് ഇരിക്കണം. മൂന്ന് പേര് കാര്യം വെച്ചിട്ടിരിക്കുന്നത് എന്താ കാരണം? ഭാര്യമാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. അത് തന്നെ ആ സ്വാതന്ത്ര്യം കൊണ്ടുപോകില്ല പറയില്ല. പേര് കഴിക്കണ കാലത്ത് അവിടെ പോകുമ്പോഴും വിളിക്കും, നീ വരണ്ടോ? എന്നാ ഞാനും പോണില്ല. നീ ഇല്ലാണ്ട് പിന്നെ ഞാൻ എന്തിനാ പോണേ? കുറച്ച് കാര്യങ്ങൾ അത് കഴിഞ്ഞാൽ ഒരു സ്ഥലം വരെ പോവുക. ഞാൻ പോണില്ല. ആദ്യം കുറച്ചു കാലം ഭർത്താവ് പറഞ്ഞൊക്കെ ഭാര്യ കേൾക്കും. അത് കഴിഞ്ഞാൽ ഭാര്യ പറഞ്ഞ ഭർത്താവ് കേൾക്കും. അത് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൂടി പറഞ്ഞ നാട്ടിലേക്ക് മുഴുവൻ കേൾക്കും. കൂത്തു കാണാനിരിക്കുന്ന കാണികളെ അവർ വിശിഷ്ട അതിഥികളാണെങ്കിൽ പോലും കളിയാക്കുവാനുള്ള സ്വാതന്ത്ര്യം ചാക്യാർക്കുണ്ട്. ഇങ്ങനെ കളിയാക്കുന്നതിനിടെ അന്നന്നത്തെ അധികാര സ്ഥാനങ്ങളെപ്പോലും ചാക്യാന്മാർ വിമർശിച്ചിരുന്നു. സദസ്സിനെ ചൂണ്ടിപ്പറയുക എന്നത് ചാക്യാർകൂത്തിൻ്റെ സവിശേഷതയാണ്. 2 വാദ്യോപകരണങ്ങൾ മാത്രമേ ചാക്യാർകൂത്തിൽ ഉപയോഗിക്കാറുള്ളൂ, മിഴാവും ഇലത്താളവും. എന്റെ സഹോദരി എങ്ങനെയുള്ളവള്? അഖില ഗുണഗണസ്യ ആകരാ, സകല ഗുണഗണങ്ങളും നിറഞ്ഞ് അതിസുന്ദരി. അവിടെ ഇങ്ങനെ ചിരിക്കാനാണല്ലോ. കുന്തസ്മേര മുല്ലപ്പൂവിന് വിരിഞ്ഞു. ഇവിടെ ചെന്നൊക്കെ സംശയം, ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ ചിരിക്കണേ? നിങ്ങൾ ചിരിക്കണേണ്ട അങ്ങനെയല്ല തോന്നാ. കുന്തസ്മേര കുന്തം പിടിച്ചോണ്ട് നിൽക്കാന്നാ തോന്നുക. പാഞ്ചാലി ഇങ്ങനെ നടക്കണേനാണല്ലോ. അരയന്മ നടന്നു പോണത് ഞാൻ കണ്ടു. ഇവിടെ ചില സുന്ദരിമാരൊക്കെ നടന്നു പോണത്. ഒരു കാലം ഇവിടെ ആക്കി മറ്റേ കാലം അമ്പലത്തിനകത്ത് സുന്ദരിമാര് പതുക്കെ നടക്കാവൂ. കേൾക്കില്ലേ പറയണത്? ആ നാളെ മുതൽ ഒരു കാര്യത്തിന് ഒരെണ്ണത്തിന് കിട്ടില്ല കേട്ടോ. ഒന്നിങ്ങോട്ട് വരോ? സുന്ദരിയാണല്ലോ എന്നെ വിളിച്ചാൽ അടുത്ത കൊടിയേറ്റിനെ ഇങ്ങനെ എത്തുള്ളൂ. മിഴാവ് മെച്ചപ്പെടുത്തുന്നത് മുതൽ സംക്ഷേപം കഴിയുന്നതുവരെയുള്ളത് പൂർവരംഗമാണ്. അതു കഴിഞ്ഞാൽ പ്രബന്ധങ്ങളിലെ ഗദ്യങ്ങളും പദ്യങ്ങളും അവതരിപ്പിച്ച് വ്യാഖ്യാനിക്കുന്നു. ഇതാണ് കൂത്തിലെ പ്രധാന ഭാഗം. അങ്ങനെയുള്ള എന്റെ സഹോദരി ഞാൻ അവിടെ കൊണ്ട് നിർത്തിയേക്കണം. യോ യുഷ്മാസു, യാതൊരുവനാണോ യുഷ്മാസു നിങ്ങളിൽ സ്വശക്തിയാ, സ്വന്തം ശക്തി കൊണ്ട് ഇതം
ധനുരാജായ ഈ വില്ലിനെ എടുത്ത് ആകാശമാർഗത്തിങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ലക്ഷ്യത്തെ മേപ്പെട്ട് നോക്ക്, എൻ്റെ മുഖത്തേക്ക് മേപ്പെട്ട് കണ്ടില്ലേ? ആ ലക്ഷ്യത്തെ ആരെ ഇത് വീഴ്ത്തണോ? സ്വന്തം ശരം കൊണ്ടല്ല, ശാദങ്ങളായി അതിമൂർച്ചയോടുകൂടിയ ഈ ശരങ്ങളെ കൊണ്ട് ആ പക്ഷി രൂപത്തെ എഴുതി വീഴ്ത്തുന്ന ആൾക്ക് തസ്മൈ വീരായ ആ വീരനായിക്കൊണ്ട് ഞാൻ എൻ്റെ സഹോദരിയെ കൊടുത്തു എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞാൽ പിന്നെ നോക്കിക്കേണ്ട കാര്യം അവന് കൊണ്ടുപോകുക. ഒരു വിദൂഷകന്റെ വേഷവിധാനമാണ് കൂത്തിൽ ചാക്യാർക്കുള്ളത്. മുഖത്തും നെഞ്ചിലും കൈമുട്ടിനു മേലെയും അരിമാവുകൊണ്ട് അണിയും. കണ്ണിൽ വീതിയിൽ കണ്ണെഴുതി വാലിടും. നെറ്റി, മൂക്ക്, കവിളുകൾ, താടി, നെഞ്ച്, കൈകൾ എന്നിങ്ങനെ 14 ഭാഗങ്ങളിൽ ചുവന്ന പൊട്ടുണ്ട്. മീശയ്ക്ക് മേൽക്കൊമ്പും കീഴ്ക്കൊമ്പുമുണ്ട്. ചെവിപ്പൂക്കളും കുടുമയും വാസിയും പീലിപ്പട്ടവുമുണ്ടാകും. കൈകളിൽ കടകം, മാറിടത്തിൽ പൂണൂൽ എന്നിവയുമുണ്ടാകും. ഒരു ചെവിയിൽ തെച്ചിമാലയും മറ്റേ ചെവിയിൽ വെറ്റില ചുരുളും വയ്ക്കും. മാറ്റുമടക്കി പിന്നിൽ കനപ്പിച്ച് പൈതകം വച്ചുടുത്ത് കടിസൂത്രം കിട്ടും. ചില ബ്രാഹ്മണര് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. എന്നാ അവിടെ ഇങ്ങനെ ഇരുന്നതാവോ? എണീക്കോ? അനക്കില്ലല്ലോ, കഴിഞ്ഞോ? ചിരിക്കട്ടെ, എണീക്കല്ലേ? ഇത്രയും രാജാക്കന്മാര് വിചാരിച്ചിട്ട് പറ്റിയില്ല, പിന്നെ നമ്മൾ വിചാരിച്ചാൽ തരാവോ? അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പൊ കിട്ടുന്ന ദക്ഷിണ കൂടി കിട്ടാനോ? ദക്ഷിണ പല തരത്തിലുണ്ട്. കുട്ടികൾക്കൊക്കെ മനസ്സിലാകുമെന്ന് അറിയില്ല. ഇവനൊക്കെ കഴിഞ്ഞ കൊടിയേറ്റിനെ വിളിച്ച് അവനെ വിളിച്ചിട്ടില്ല. അവൻ നീ തന്നെ ആരായാലും പെട്ടില്ല, ആണായാലും പെട്ടാലും കുളിക്കണ്ടേ? അടുത്തവനെ വയസ്സായ ആളിതങ്ങനെയല്ല, ബ്രാഹ്മ മുഹൂർത്തത്തിൽ എന്നിട്ട് കുളിക്കും. നമ്മൾ നോക്കും അമ്മമാരെയൊക്കെ കണ്ട് എന്തൊരു ഭംഗിയാക്കും, ഐശ്വര്യം. കാരണം എന്താ? ബ്രാഹ്മം. നീ കണ്ടോ ബ്രാഹ്മ മുഹൂർത്തം? 2 കൈ കാക്കൂട്ടി തരും. ഇനി ഉറങ്ങിയാൽ കാണാൻ പറ്റില്ല. വെളുപ്പാകാലത്ത് 2:30 3:30 അടയ്ക്കുള്ള സമയം. ആ സമയത്ത് മുത്തശ്ശിമാർ എണീക്കും. കാരണം എന്താ? രാത്രി ഉറക്കമില്ല, മേപ്പെട്ട് നോക്കി കിടക്കും. 12:30 1 മണിക്കോ പേടിയൊന്നുമില്ല കുളിക്കാൻ പോകാൻ. 12:30 എനിക്ക് പോകും. കാരണം എന്താ? കണ്ണും കാണില്ല, ചെവിയും കേൾക്കില്ല. പിന്നെ അതിനെ പേടിക്കും. വഴിയിൽ വല്ല രക്ഷയൊക്കെ വന്നാൽ വഴിയിൽ മാറിക്കടി, രക്ഷയ്ക്ക് വഴിയല്ല. പിന്നെ അമ്പലക്കുളത്തിലൊക്കെ ചെന്ന് മുങ്ങും. വലിയ കുളത്തിലൊക്കെ ഇറങ്ങി പോകും. നാരായണ ഗോവിന്ദ വാസുദേവ 101 മുങ്ങി. ഇപ്പം അത് പതിവില്ല. 101 നാരായണ. കുളിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം സമുദ്രം കേട്ടോ. സമുദ്രത്തിലെ എല്ലാ നദികളും ചേർന്ന സ്ഥലം. അവിടെ മുങ്ങിയാൽ ഏത് നദിയിൽ മുങ്ങണേൻ്റെ ഫലം കിട്ടും അല്ലേ? ഗംഗ എല്ലാവരും പോയി. ഇനി മുങ്ങണ വഴി ഒരു തിരമാല എടുത്തോണ്ട് പോയി ഇരിക്കും. കൊല്ലാവസാനം കുടത്തിലാക്കി ഒഴുക്കൊന്നും വേണ്ട, ഒക്കെ കഴിഞ്ഞതോടെ ശുദ്ധമായി. അപ്പം ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞ് ബ്രാഹ്മണമുഹൂർത്തം കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഇന്ന് നല്ലൊരു സ്ഥലേ, തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കണ്ടേ? ഞാൻ അകത്ത് ചെന്നപ്പോൾ കണ്ടു തിരുമേനി. എന്തൊരു ക്ഷീണം അദ്ദേഹത്തിന്. നിങ്ങൾ ആരും ദക്ഷിണ കൊടുക്കാറില്ല അദ്ദേഹത്തിന്. പോകും എനിക്ക് കണ്ടപ്പോൾ സങ്കടം സഹിച്ചില്ല. ഞാൻ പിന്നെ ഒന്നും കൊടുത്തില്ല. അപ്പോഴാ മുത്തശ്ശി, ഇന്ന് തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കണ്ടേ? മുത്തശ്ശി ദക്ഷിണ വെറ്റില, അടയ്ക്ക, ദ്രവ്യം. മുത്തശ്ശി അടക്കയില്ലല്ലോ. അടക്കയില്ലെങ്കിൽ ഒരു വെള്ളക്കയിൽ മതി. മുത്തശ്ശി വെച്ച പകുതിയുള്ളൂ. അതിലെന്താ ഉള്ളേ? കാലണ. അതെടുത്തോ. മുറ്റത്തിന് തുളസിയുടെ ഇല മുട്ടില്ല. എന്തിനാ തുളസിയുടെ ഇല എന്നറിയോ? ഏതെങ്കിലും ഒരു സാധനത്തിന് കുറവ് വന്നാൽ, ഒരു ദ്രവ്യത്തിന് ലോഭം സംഭവിച്ചാൽ അതിന് പകരം തുളസിയുടെ ഇല വെച്ചാൽ മതി എന്നാ പ്രമാണം. മനസ്സിലായോ? ഇപ്പൊ തിരുവാതിര കാലം അല്ലേ, ദശപുഷ്പം ചൂടുക എന്നൊരു ചടങ്ങില്ലേ? ഇവിടെ ഈ പതിവില്ലേ? നോക്കാൻ 10 പൂവ് വേണം. ഒരു പൂവ് കിട്ടിയില്ല എന്നായിരിക്കും. എന്ത് ചെയ്യും? അതിന് പകരം തുളസിയുടെ ഇല. അമ്മമാർക്കൊക്കെ സന്തോഷമായി. അടുത്ത തിരുവാതിരയാണ്. കൂത്ത് അവതരിപ്പിക്കുന്ന സ്റ്റേജിനു മുൻപിൽ വലിയ വിളക്കുണ്ടാകും.
അതിന് അഭിമുഖമായി നിന്നുകൊണ്ടാണ് ചാക്യാർ കൂത്തു പറയുക. ഇരിക്കാൻ ഒരു പീഠമുണ്ടാകും. സ്റ്റേജിനു പിന്നിൽ മിഴാവിപ്പക്കത്തിന്മേലിരുന്ന് നമ്പ്യാർ മിഴാവു കൊട്ടും. വലതുവശത്ത് നിലത്തു വിരിച്ച തുണിയിലിരുന്ന് നങ്ങ്യാർ കുഴിത്താളം കൊട്ടും. അങ്ങനെ നോക്കിയപ്പോ ഒരു വിദ്വാൻ അവിടെ ചാടിയിടിച്ചു. ബില്ലെടുക്കാൻ പോവാന്ന് ഇനി വേഗത വേള ഞാൻ കണ്ടിട്ടില്ല. ബില്ലെടുക്കാൻ പോണത് പാചാര്യം കൊണ്ട് പോകാൻ എവിടെ. അപ്പോ ഒരു രാജാവിനൊരു അബദ്ധം പറ്റിയപ്പോഴേ അദ്ദേഹം പാചാലി അങ്ങനെ കണ്ട് പരിഭ്രമിച്ചു. എന്താ വേണ്ടത് ചെയ്യണ്ടേ? അപ്പോഴാണ് കുറച്ച് പാല് കുടിക്കണം തോന്നി. അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നില്ല. തപ്പി തപ്പി കയ്യെ കെട്ടിയത് പാലല്ല, മുറുക്കാൻ തുപ്പണ കോളാമ്പിയ. അന്നാണ് ഞാൻ ആദ്യം സംസ്കൃതം പറഞ്ഞത്. എന്ത് പറഞ്ഞു? ചക്കി പത്തായത്തിൽ കയറി. അതെങ്ങനെ സംസ്കൃതത്തിൽ പറയും? മലയാളത്തിൽ തന്നെ പറയാൻ പറ്റില്ല. ചക്കി പത്തായത്തിൽ കയറി. പനസി ദശായാം ഭാഷി. പനസം ചക്ക, പനസി ചക്കി, ദശം 10, ദശായം പത്തായം, പാശം കയറ്, പാശി. പനസി ദശായാം പാശി, ചക്കി പത്തായത്തിൽ കയറി. വേഗം അമ്മ ചെന്ന് നോക്കി. എവിടെ? ഇതാണോ പത്തായത്തിൽ കയറിയത്? ഇതിന് പത്തായത്തിൽ കയറിയൊന്നും ലക്ഷ്മല്ലേ, അങ്ങനെ ഓടി പോയാൽ മതി. അവിടെ കുനിഞ്ഞിരുന്നു. കുനിഞ്ഞിരിക്കുക. അവൾ കുനിഞ്ഞിരിക്കണു, അവൾ കുത്തിച്ചിരിക്കുന്നു. എങ്ങനെ സംസ്കൃതി പറയും? അപ്പം പറഞ്ഞു എന്ത്? പാണ്ഡവമാതാഹാസം ഗുരുതേ. പാണ്ഡവ മാതാവാരാ? പാണ്ഡവരുടെ അമ്മയുടെ പേരെന്താ? പാണ്ഡവരുടെ അമ്മയുടെ പേരെന്താ? അങ്ങനെ പേരൊന്നും അതന്നെ, കുന്തി. പാണ്ഡവരുടെ അമ്മയുടെ പേര് കുന്തി. ഹാസം ഗുരുതേ, ചിരിക്കുന്നു. പാണ്ഡവമാരാ ഹാസം ഗുരുതേ, കുന്തിച്ചിരിക്കുന്നു. അവിടെ ഞാൻ സംസ്കൃതം പഠിക്കൽ തുടങ്ങി. താൻ തന്നെ മന്ത്രം ഉണ്ടാക്കുക. എന്നാ കേട്ടോളൂ. ജരാസന്ധന്റെ പല്ല് കളഞ്ഞ വില്ലായ നമ. ജരാസന്ധന്റെ പല്ല് എടോ, അസാധ്യമായിട്ടുള്ള മന്ത്രം. നമസ്കരിക്കുക. എല്ലാവരും നമസ്കാരങ്ങളെ. ജരാസന്ധന്റെ പല്ല് കളഞ്ഞ വില്ലായ നമ. ജരാസന്ധന്റെ പല്ല് കളഞ്ഞ വില്ലായ നമ. ജരാസന്ധന്റെ പല്ല് കളഞ്ഞ വല്ലായ നമ. ജരാസന്ധന്റെ പല്ലോ തെറ്റരുത് കേട്ടോ. ജരാസന്ധന്റെ പല്ലോ വില്ലോ ഏതോ ഒന്ന് കളഞ്ഞതായ നമ. ജരാസന്ധന്റെ പല്ലോ വില്ലോ അതോ എല്ലോ. ജരാസന്ധന്റെ പല്ലോ വില്ലോ എല്ലോ കളഞ്ഞതായ അർജുന മാന്തിച്ചില്ല. ആ വില്ല് കടന്നെടുത്ത് എറിഞ്ഞങ്ങനെ പിടിച്ചു. ഇത് ശകലന്മാരുടെ അഭ്യാസികളുടെ ഒരു സ്വഭാവമാണ്. അങ്ങനെ വില്ലെറിഞ്ഞു പിടിച്ചു. കടന്നെടുത്ത് കുത്തി ഞാൻ കൂട്ടിക്കെട്ടി. 5 ശരം. ഇതാണ് വരണം അല്ലേ? ഇതൊക്കെ വിട്ട് അവിടെ എത്തുമെന്നറിയില്ല. ഇതെവിടേക്കാ നിങ്ങൾ? 5 ശരം അവിടെ കൊണ്ടുവച്ചിട്ട് നോക്കട്ടെ. 1, 2, 3, 4, 5. ഇതെങ്ങനെ? ഈ കലാരൂപത്തിൽ നൃത്തത്തിൻ്റെ അംശം വളരെ കുറവാണ്. വേഷവിധാനവും മുഖഭാവങ്ങളും ശരീരഭാഷകളുമാണ് ചാക്യാർകൂത്തിലെ ആശയ സംവേദനത്തിൽ വലിയ പങ്കുവഹിക്കുന്നത്. ചെവി വരെ വലിച്ചു പിടിച്ചുവിടുന്നില്ല. കണ്ണടച്ച് ഭഗവാനെ ശ്രീകൃഷ്ണനെ ഹൃദയത്തിൽ ഉറപ്പിച്ചു. ഹരേ വാസുദേവ കൃഷ്ണ. മഹാരഥന്മാരെ പരാജയപ്പെട്ടെടുത്ത് നിസ്സാരനായിട്ടുള്ള ഞാൻ താൻ നിൽക്കണം. അടിയന്റെ പ്രയോഗമൊക്കെ ഫലവത്താകണേ. ശരം കഴിച്ചു. അതോടെ പക്ഷി രൂപം നിലത്ത്. അപ്പോ സുന്ദര ബ്രാഹ്മണനാക്കി കണ്ടിച്ചു. ദ്രൗപദി മാല കൊണ്ട് ഓരടി മൂടികൾ ലജ്ജ കൊണ്ട് പരവശയായിട്ട് തീർന്നു. അവൾ എഴുന്നള്ളിച്ച് അർജുനന്റെ മുമ്പിൽ കൊണ്ടു. അതിമനോഹരമായ സ്വർഗത്തിലെ നന്ദനവനത്തിലെ പൂക്കളെ കൊണ്ട് കോർത്ത ആ മാല പാഞ്ചാലി തന്റെ മുമ്പിൽ നിൽക്കുന്ന അർജുനന്റെ കഴുത്തിലേക്ക് അണിയിച്ചു. ഉത്സവത്തെ മാനിച്ചുകൊണ്ടും ആ സദസ്സിനെ അലങ്കരിച്ചത് ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ. നിങ്ങളെ മുൻപുകാലത്ത് ക്ഷേത്രങ്ങളിലെ കൂത്തമ്പലങ്ങളിൽ മാത്രമായിരുന്നു കൂത്ത് അവതരിപ്പിച്ചിരുന്നത്. ഇന്ന് ഈ കലാരൂപം കലാലയങ്ങളിലും ഗ്രന്ഥശാലകളിലും ക്ഷേത്ര മൈതാനങ്ങളിലും മറ്റും നടത്തിവരുന്നുണ്ട്.
കൂത്തും കൂടിയാട്ടവും ചാക്യാർ സമുദായത്തിൻ്റെ കലകളാണ്. എന്നാൽ കേരള കലാമണ്ഡലത്തിൻ്റെ ആവിർഭാവത്തോടെ താൽപ്പര്യമുള്ളവർക്കെല്ലാം കൂത്തും കൂടിയാട്ടവും ഉൾപ്പെടെയുള്ള കലാരൂപങ്ങൾ പഠിക്കുവാൻ ഇന്ന് സാധിക്കുന്നുണ്ട്. ഞാൻ ശ്വാസം മുട്ടിച്ച് അവിടെ നോക്കിയേക്കാൻ പറ്റില്ല. നല്ല ശ്വാസമല്ലേ? ഈ ശ്വാസം ഉണ്ടാവാൻ സൂത്രം അറിയോ? എന്താണ്? വെണ്ണ തിന്നാൽ ശ്വാസം. ശ്വാസം മുട്ടുള്ളത് കഴിച്ചാൽ അപ്പൊ ചവി ചെയ്യും. പിന്നെന്താ ശ്വാസം ഉണ്ടാവാൻ മാർഗം? എല്ലാവരും കൂടി ഇങ്ങനെ കഴുത്തിൽ കൈയിട്ട് നിന്നിട്ട് ആറാപ്പേന്ന് വിളിക്കുക. അപ്പൊ നമ്മള് ആറാപ്പേ പിന്നെ മിണ്ടരുത്. അവസാനം ആദ്യം വിളിച്ചാള് അവസാനിപ്പിക്കുമ്പോൾ നമ്മള് അപ്പൊ ആൾക്കാർ നോക്കും, എന്തൊരു ശ്വാസമാണ്. ഇങ്ങനെ സകല ചുമതല നിശ്ചയിച്ചു രാജാക്കന്മാരൊക്കെ ക്ഷണിച്ച് അവിടെ അങ്ങനെ കൈമായിട്ട് അവരെ സ്വീകരിക്കണു. ഒരു ഭാഗത്ത് ചെന്നാൽ ചെണ്ട മദ്ദളം ഇടയ്ക്ക തിമല വാദ്യക്കാര് അങ്ങനെ നിര നിര നിരയിട്ട് നിന്ന് ഗംഭീരമേളം മലരിട്ടിരുന്നവങ്കുണ്ട് ഞങ്ങളുടെ പഠിക്കുന്നു ഭോ പ്രഹര 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 പ്രഹര. വേറൊരു ഭാഗത്ത് സുന്ദരിമാരുടെ സംഗീതം. സുന്ദരിമാരുടെ സംഗീതം ആൾക്കാർ കൂടെ ഉണ്ടാവും. ഇപ്പം ഞാനായതുകൊണ്ടാണ് പറഞ്ഞാൽ കേൾക്കാണ്ട് അവിടെ എല്ലാത്തിനും ഇരുത്തി കുറിച്ചിട്ട് എൻ്റെ സ്ഥാനത്ത് സുന്ദരിക്കുട്ടിയെ നിൽക്കണമെങ്കിലല്ലോ ആ മേപ്പോട്ട് നോക്കിയിരിക്കുന്ന ഭക്ഷണന്മാർ മുഴുവൻ ഇവിടെ വന്നിരുന്നത്. ഞാനായതുകൊണ്ട് അവൻ വല്ലതും പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും പൊക്കോട്ടെ. ഇവിടെ സുന്ദരിമാരുടെ സംഗീതം. ചിലർ പാട്ട് പാടുന്നുണ്ട്, ചിലർ വീണ വായിക്കുന്നുണ്ട്. ആ വീണ വായിക്കുന്ന ആൾക്കാരൊക്കെ വരും. തിരക്ക് നീന്തിരിക്കണവരുടെ തിരക്ക് നീങ്ങാൻ നോക്കും. എന്നാ എണേ ഗുണത്തിൽ ഓടുന്ന ഇങ്ങനെയല്ല. ഇരിക്കൂ. എന്താ അവിടെ എങ്ങനെ നിൽക്കുന്നത്? അവിടെ ഇരിക്കാം. അവിടെ ഇരിക്കാം. അവിടെ ഇരിക്കണ. അവിടെ ആദ്യമായിട്ട് പറഞ്ഞാൽ കേട്ടതാണ്. ഇങ്ങനെ തിരക്ക് നീന്തിരിക്കണവര്. ക്ഷേത്രങ്ങൾ മഹാക്ഷേത്രങ്ങളിലൊക്കെ ചെന്നാൽ കാണാൻ തരും ആളുകൾ ഇങ്ങനെ തെക്കും തിരക്കുണ്ടാക്കി അമ്മേ നാരായണ നാരായണ. ആ നടക്കലേക്ക് ചെല്ലുമ്പോ അവിടെ ഒരുത്തനെ തിരക്ക് നീന്തിരിക്കാൻ നിർത്തിയിട്ടുണ്ടാവും. അങ്ങനെ പോവാ അവിടെ അമ്മേ അങ്ങനെ പോവാ അങ്ങനെ അതിന് വായന്ന് വല്ല ഒറ്റ ഇടിക്ക് കൊല്ലാനാണ്. നടക്കരുത്. പിന്നെ അമ്പലത്തിന്റെ പുറത്ത് അമ്മയെ പൊട്ട് നോക്കിയിട്ടുണ്ട്. പുറകിൽ വരുന്നവർക്ക് തൊഴണ്ടേ, അപ്പൊ മുമ്പിൽ പോകുന്നവർക്കാർക്കും തൊഴണ്ടേ അല്ലേ? കഴുത്തി പിടിച്ചാൽ തല്ല അങ്ങനെ പോകും. തള്ള തലക്ക് ചെന്ന് മതിൽ മാറ്റിയ അമ്മേ. തിരക്ക് നീന്തിരിക്കണവരുടെ തിരക്ക്. വേറെ ഭാഗത്ത് വിപ്രാണം അശരത്തുകളായ ബ്രാഹ്മണരെ കണ്ടോ നിരന്നിരിക്കണ. ആരൊക്കെയാണ്? എലിവാലൂശി ഇതായിരിക്കണത്, ചേരവാലൂശി, വെട്ടി. ഞാൻ രണ്ടു കൈയും പുറകെ കെട്ടി മാർപ്പാള കേശവൻ അതിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കണത് മാറപ്പര നക്കി. എത്ര മഹാബ്രാഹ്മണനാ. തെക്കൻ തിരക്കുണ്ടാക്കി ഉണ്ടാനങ്ങനെ ഇരുന്നു. ഇങ്ങോട്ട് വരാം. വിലയിട്ടു. ഇലാന്ന് പറഞ്ഞാ പോരാ, വലിയ ഇല. എന്തൊക്കെയാ വിഭവങ്ങള്? പപ്പടം, ഉപ്പേരി, ഉപ്പിലിട്ടത്, കാളൻ, ഓരൻ, എരിശ്ശേരി, അച്ചടി, പച്ചടി, കിച്ചടി, കിട്ടിക്കിട്ടി, പാൽപ്പായസം, പഞ്ചാരപ്പായസം, പഴപ്രഥമൻ, അടപ്രഥമൻ, ചക്കപ്രഥമൻ, കടുംപായസം. വായന്ന് വെള്ളം പറഞ്ഞൊക്കെ ഞാൻ കണ്ടു. ഇലയിലുണ്ട് താമസം. വലിയ കൊട്ടച്ചോറ്. നീ എന്നെ മുഖത്ത് നോക്കി എന്നാ ചോറിന്റെ അടിയിലാവും. കുലിക്കല ചോറും കൂടെ വീഴുക മതി. ഇങ്ങനെ വേണം ചോറുള്ളത്. സ്ത്രീകളൊക്കെ കണ്ടുപഠിച്ചോ. ഇവരൊക്കെ ഭവനത്തിൽ ഉണ്ണാൻ ചെന്നാണ്ടല്ലോ എന്താ ഊണിക്കാനാ കേട്ടോ. അവരടുക്കളയിലേക്ക് വയ്യ പിന്നെ വരില്ല. വന്നാൽ അവിടെ ഉള്ളതിൽ ഏറ്റവും ചെറിയ പാത്രത്തിലുള്ള ചോറുണ്ട്. ചോറ് വിളമ്പട്ടെ, ഇടട്ടെ, തരട്ടെ, ഇട്ടോട്ടെ, വിളമ്പട്ടെ, തരട്ടെ. വേണ്ട ദുരിതം. കുറച്ചും കൂടി ആവാം, ദേശം കൂടി ആവാം. കളയരുത് കേട്ടോ. എനിക്ക് വേണ്ടി കളയാൻ. ഞാൻ സ്ത്രീകളെ അങ്ങനെ കുറ്റം പറയില്ല. അംഗസംഖ്യ കൂടുതൽ അവരാ. നോക്കൂ, ഉരുട്ടി പിടിച്ചാൽ നോക്കണം, പുറത്തേക്ക് ഇറങ്ങടാ. അപ്പോ പുരുഷന്മാരുടെ വിളമ്പലോ ഇതിലും കേമ. അവര് സദ്യക്ക് വിളമ്പാൻ ചെന്നാൽ ഉണ്ണാനിരിക്കണവരെ പേടിപ്പിക്കുന്ന അവരുടെ പണി. വിളമ്പാൻ വന്നാൽ ആരെ അവിടെ കാണാൻ ചോദിച്ചോള്, ആർക്കടാ കാണാൻ?
ചിലതങ്ങനെയല്ല, അവരെ കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നില്ല. വേർത്ത് കുളിച്ച് മുഷിഞ്ഞ വസ്ത്രവും കരിയും പുകയും ചെളിയും. എന്താ വേണ്ടേ? ഒന്നും കണ്ട പോയാൽ